പലരും പറയാറുണ്ട് ഒരു ദൈവത്തെ പോലെയാണ് നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറയും. പക്ഷെ ഞാൻ നിങ്ങളെ കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഡോക്ടേഴ്സ് അല്ല ദൈവം, നിങ്ങളാണ് ദൈവം. ജാസ്മിൻ ഷായുടെ കാണുമ്പോൾ ഒരു 5 അടിയോളം ഉള്ള ഒരു മനുഷ്യൻ, ഒരു 10-40 കിലോ മാത്രം ഭാരമുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ഇത്രയും വലിയൊരു സംഘടനയെ, ലക്ഷം ഉള്ളൊരു സംഘടനയെ നയിച്ചുകൊണ്ട് പോകുന്നു. അത് വലിയൊരു സംഗതിയല്ലേ? അത് നിങ്ങളുടെ ഭാഗ്യമാണ് ജാസ്മിൻ ഷായുടെ. കാരണം ഇതൊരു പെർഫോമൻസ്. നമസ്കാരം. ഡോക്ടർമാരെയല്ല നേഴ്സുമാരെയാണ് ദൈവത്തെ പോലെ കാണേണ്ടുന്നതെന്ന് BJP നേതാവും നടനുമായ ദേവൻ തൃശ്ശൂരിൽ നടന്ന UNA കുടുംബമേളയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. തനിക്ക് വൈകാരികമായ ഒരു ബന്ധം നേഴ്സ് സമൂഹമായി ഉണ്ടെന്നും രോഗികൾക്ക് വേണ്ടിയുള്ള നേഴ്സുമാരുടെ പ്രാർത്ഥന കൊണ്ടാണ് അവരെ ദൈവത്തെ പോലെയാണ് കാണേണ്ടുന്നതെന്ന് താൻ പറയാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമിയിലെ മാലാഖമാർ എന്ന് വിളിക്കപ്പെടുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, വേദിയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തും ഞാൻ എപ്പോഴും വളരെ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. മാധ്യമത്തിൻ്റെ റിഫോം ഈസ് എ റിഫോമർ ഓഫ് ജേർണലിസം. അങ്ങനെയുള്ള സജൻ സക്രിയ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട, നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും പ്രിയപ്പെട്ട ജാസ്മിൻ ഷാ, വളരെ വളരെ സന്തോഷമുണ്ട്. അല്ല, സന്തോഷമല്ല വസ്തുതയിൽ നിങ്ങളൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ സന്തോഷമൊന്നും അല്ല കിട്ടേണ്ടത്. ഒരുപാട് ആകാംക്ഷയുണ്ട് നിങ്ങളെ കാണുമ്പോഴൊക്കെ. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4-5-6 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ആദ്യ സമരം നടക്കുമ്പോൾ ഞാൻ എറണാകുളത്ത് ഈ ഹൈക്കോർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ചെറിയൊരു സ്ഥലത്ത് നിങ്ങളെല്ലാം കൂടെ ടെൻറ്റ് കെട്ടി അകത്തിരുന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ അവിടെ നിങ്ങൾ വന്നിരുന്നു. ആരും വിളിച്ചിട്ടല്ല, കണ്ടപ്പോൾ അവിടെ കയറാൻ തോന്നി. കാരണം ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതിൻ്റെ പേരിൽ ഞാൻ അവിടെ വന്ന് നിങ്ങളോടൊപ്പം പറഞ്ഞിരുന്നു ചിലവഴിച്ചപ്പോൾ. അപ്പോൾ 5-6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാം. അതുകൂടാതെ ഇപ്പോൾ ഈയിടെ ഈ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ആ വഴിക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളെ കണ്ടു അവിടെ. അപ്പോൾ ഞാൻ എൻ്റെ കാറ് സ്ലോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ പൊരിഞ്ഞ വെയിലാണ്, പൊരിഞ്ഞ ചൂടാണ്. ആ ചൂടിൽ എൻ്റെ സഹോദരിമാർ വരിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചില നല്ല ചൂട് വെള്ളം കുടിക്കുന്നു, ചെറിയ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നു, ആഹാരം കഴിക്കാനായിട്ട് നിൽക്കുന്നു. ഒരു ഭാഗത്ത് ഒരു നിരാഹാര സത്യാഗ്രഹം ചെയ്യുന്ന കുറേ സഹോദരിമാർ, അവരൊക്കെ കണ്ടു. ഇത് ഞാൻ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വന്നതല്ല. എൻ്റെ മാനസികമായ വൈകാരികമായ ഒരു ബന്ധം ഉണ്ട്. ഈ നിങ്ങളുടെ സമൂഹവും നമ്മുടെ ഈ മാനവ സമൂഹവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അത് വൈകാരികമായ ബന്ധമാണ്, മറ്റ് ബന്ധങ്ങളല്ല. കാരണം നമ്മൾ എല്ലാവരും പറയുന്ന ഇപ്പോൾ ഈ ഡോക്ടേഴ്സിനെ നമുക്ക് പറയാം, പലരും പറയാറുണ്ട് ഒരു ദൈവത്തെ പോലെയാണ് നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറയും. പക്ഷെ ഞാൻ നിങ്ങളെ കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഡോക്ടേഴ്സ് അല്ല ദൈവം, നിങ്ങളാണ് ദൈവം. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന വേദന, അത് ഈ ഡോക്ടേഴ്സ് വന്ന് ആദ്യത്തെ തൊലിയിൽ അതിൻ്റെ ആ ഒരു ശുദ്ധീകരണം മുതൽ ഡോക്ടേഴ്സിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം അത് തുന്നിക്കെട്ടി ഒരു പേഷ്യൻറ്റിനെ ICUവിലോ അല്ലെങ്കിൽ മറ്റു റൂമിലേക്ക് മാറ്റിക്കഴിഞ്ഞ് ആ പേഷ്യൻ്റ് സുഖമാകുന്നത് വരെ നിങ്ങളുടെ ശ്രദ്ധ ഒരു സാധാരണ ശ്രദ്ധയല്ല. രാവും പകലും ഉറക്കു പൊഴിച്ചിരുന്നു കൊണ്ട് ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന ആ നിങ്ങളാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് നിങ്ങൾ ദൈവത്തെ പോലെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ കൂടുതൽ സംസാരിക്കാൻ ഒരു സമയമില്ല. സമയം മാത്രമല്ല, മാനസികമായ ഒരു നിലയില്ലല്ലോ ഞാനിപ്പോൾ വരുന്നത്. ഞങ്ങളുടെ അമ്മ എന്നൊരു സംഘടനയുണ്ട്. ഞങ്ങളുടെ 32 വർഷമായി മലയാള സിനിമ നടീനടന്മാരുടെ ഒരു സംഘടനയാണ്. വളരെ നല്ല രീതിയിൽ നമ്മൾ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും തുടങ്ങിയല്ല ഒരുപാട് ആൾക്കാരുടെ
പറയാം, അവരുടെ ചോര, അവരുടെ വിയർപ്പ്, അവരുടെ പണം, അവരുടെ സേവനങ്ങളൊക്കെ ഇതുകൊണ്ട് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഈ 32 വയസ്സുള്ള ഒരു അമ്മയുടെ ഈ വർഷത്തെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഷാജൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. വളരെ ആ സംഘടന തന്നെ തകർന്നു പോകുന്ന തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു കമ്മിറ്റി നിന്നും ഞങ്ങൾ കണ്ടെത്തിയ ഒരുപാട് അഴിമതികളും കെടുകാര്യസ്ഥതയും വെച്ചുകൊണ്ട് മാറ്റി പുതിയൊരു കൊണ്ടുപോകാനുള്ള ഒരു സംഗതി. അപ്പോൾ രാവിലെ മുതൽ അവിടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക്, അതായത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ സമയം നോക്കിയപ്പോൾ ഇവിടെ ഷാജൻ പറഞ്ഞത് ഇവിടെ 3:30 മണിക്ക് ആണ് ഇവിടെ ആരംഭിക്കുന്നത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അവിടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുത്ത് അവിടെ ഞാൻ ഓടി രക്ഷപ്പെട്ട് വന്നതാണ്. അത് കാരണം അതുകൊണ്ട് തന്നെയാണ് വൈകാരികമായ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കും, ഞാൻ മറ്റൊരവസരത്തിൽ വരാം. ഞാനൊരു ബേസിക്കലി ഒരു രാഷ്ട്രീയക്കാരനാണ്. ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സിനിമാ നടനായി വന്നതാണ്. സിനിമാ നടനായിട്ട് രാഷ്ട്രീയത്തിൽ വന്നവനല്ല. എൻ്റെ സ്റ്റുഡൻറ് പോളിറ്റിക്സിൽ നിന്ന് ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അപ്പോൾ വൈകാരികമായിട്ടൊരു ബന്ധമാണ് ഞാനും നിങ്ങളും, അതുപോലെ തന്നെ ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം വൈകാരികതയാണ്. വൈകാരികമായൊരു ബന്ധത്തിൻ്റെ പേരിലാണ് നിൽക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ നിങ്ങളെയൊക്കെ നയിക്കുന്ന ഒരു എന്താ പറയാ, അദ്ദേഹത്തെ ജാസ്മിൻ ഷാനെ കാണുമ്പോൾ ഒരു 5 അടിയോളം ഉള്ള ഒരു മനുഷ്യൻ, ഒരു 10-40 കിലോ മാത്രം ഭാരമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഇത്രയും വലിയൊരു സംഘടനയെ, ലക്ഷം ഉള്ള ഒരു സംഘടനയെ നയിച്ചുകൊണ്ട് പോകുന്നു. അത് വലിയൊരു സംഗതിയല്ലേ. സാധാരണ അദ്ദേഹത്തിന് എന്തെല്ലാം കേസുകളാണ്, തീവ്രവാദിയാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒരുപാട് കേൾക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു വൈകാരികത, എനിക്ക് ജാസ്മിനോടുള്ള ഒരു വൈകാരികമായ ഒരു അടുപ്പം കൂടി എൻ്റെ ഉണ്ട്. അത് നിങ്ങളുടെ ഭാഗ്യമാണ് ജാസ്മിൻ ഷാനിന്. കാരണം ഇതൊരു പ്രിസോവൻസ്, ആ ഒരു സഹിഷ്ണുത, ആ സഹിഷ്ണുതയോട് കൂടി ഇത്രയും പരാജയം പ്രശ്നങ്ങൾ മാത്രം നിലനിൽക്കുന്ന വർഷങ്ങളായിട്ട് അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആ ഊർജ്ജസ്വലത കൈമോശം വരാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം, ഒരു സ്വത്ത് ജാസ്മിൻ ഷാ തന്നെയാണ്. അത് പറയാതിരിക്കാൻ നിവർത്തില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ, അവിടെ ഈ ജൂബിലിയുടെ ആ സ്ഥലത്ത് ചെന്നപ്പോൾ, ഞാൻ അവിടെ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂട്. അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ മതിലുകളിലൊക്കെ ഞാൻ വർഗീയത പറയല്ല, ഈ ബൈബിൾ വചനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, ഒരുപാട് എല്ലാ സ്ഥലങ്ങളും കാണാം ഈ ബൈബിൾ വചനങ്ങൾ. ആ ബൈബിൾ വചനങ്ങൾ അത് പ്രാവർത്തികമാക്കേണ്ടവർ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇവിടെ. അതാണ് എൻ്റെ ചോദ്യം. തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു സന്ദേശത്തിൻ്റെ ഉത്ഭവസ്ഥാനം യേശുദേവൻ്റെയാണ്. ആ യേശുദേവൻ ചെയ്തിട്ടുള്ള, അദ്ദേഹം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് നടപ്പിലാക്കുന്നുണ്ടോ? അങ്ങനെ നടപ്പിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സമരത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ സുരേഷ് ഗോപിയുടെ ഈ ഇലക്ഷൻ്റെ മറ്റിൽ ഞാൻ പിതാവിനെ കാണാൻ പോയിരുന്നു. പിതാവിനെ കണ്ടു. അപ്പോൾ പിതാവ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് ഇതെങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണത്, എങ്ങനെയാണ് അങ്ങനെ പറയാൻ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ എല്ലാ അച്ഛന്മാരും ഉണ്ടായിരുന്നു. ഇത് എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്, എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു, പിതാവേ, ഇത് എനിക്ക് പിതാവിനെ കാണുമ്പോൾ ഈശോ മിശിഹായിക്ക് സ്തുതിയാകട്ടെ എന്ന് എനിക്ക് പറയാം. പക്ഷെ പിതാവിനത് എന്നെ കാണുമ്പോൾ ഓം നമഃ ശിവായ എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ആകെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല.
അല്ല അത് 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 ഞാൻ പറയുന്നത് അത് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെയാണ് അത് കാരണം അതിൻ്റെ ഒരു സനാതന ധർമ്മത്തിൻ്റെ ഒരു പാതയാണത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും നിങ്ങളുടെ സമരം എന്ന് പറഞ്ഞാൽ അനിശ്ചിതമായ രീതിയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റലും അമല ഹോസ്പിറ്റലും എനിക്ക് തോന്നുന്നത് അവരുടെ ചരടിന് അറ്റം ഇവരുടെ കയ്യിലല്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അല്ലാണ്ട് ഇത്രയും ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി, വളരെ വളരെ ന്യായമായ മനുഷ്യത്വമുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഈ സഹോദരന്മാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവർ ഇരുന്നോട്ടെ, അവർ 1 മാസമായാലും 2 മാസമായാലും 3 മാസമായാലും 1 വർഷമായാലും ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല. കുറേ കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് പോകും എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതി ഇവർക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവരുടെ പിന്നിൽ മറ്റൊരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും, എന്നും അന്നും ഇന്നും എന്തും. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏറ്റവും സമീപ ഭാവിയിൽ തന്നെ ഈ സമരം അവസാനിപ്പിച്ച് നിങ്ങൾ ആവശ്യപ്പെട്ട ആ കാര്യങ്ങളൊന്നും നിങ്ങൾ അന്യായമായ ഒരു വാദം എടുത്തിട്ടില്ല, ആവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല. ജീവിക്കാൻ വേണ്ടി മാത്രം, അല്ലാണ്ട് ഒരു ലക്ഷറിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ആവശ്യങ്ങൾ അവർക്ക് ചെയ്തു തരാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ സർവേശ്വരനായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ് ഭാരത്.